സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് ഇന്നിപ്പം കായിക ലോകത്തെ സംബന്ധിച്ച് നിർണായകമായ പല തീരുമാനങ്ങളും ഒക്കെ വരുന്ന പല പ്രഖ്യാപനങ്ങളും ഒക്കെ കാക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് നേരെ പോകുന്നു സ്പോർട്സ് കോർണറിലേക്ക്. IPL ടീമുകളിൽ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തുമെന്ന് ഇന്നറിയാൻ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സുമായി കരാർ ഒപ്പിട്ടതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഇന്നുണ്ടായിരിക്കും. പ്രധാന ടീമുകളൊക്കെ പ്രമുഖ താരങ്ങളെ അടക്കം റിലീസ് ചെയ്ത് ടീം അടിമുടി ഉടച്ചു വാർക്കും. അടുത്ത സീസണിൽ അങ്ങനെയാകും അവരൊക്കെ കളത്തിലേക്ക് ഇറക്കുക. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് പറഞ്ഞു തരും എങ്ങനെയാണ് നിലവിലെ കാര്യങ്ങളൊക്കെ എന്ന്. ഖിലാഫെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് സ്പോർട്സുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കായിക പ്രേമികളൊക്കെ സംബന്ധിച്ച് ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ കാക്കുന്ന ദിവസമാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് ആരൊക്കെ ഏതൊക്കെ ടീമുകളിൽ പോകും, ടീം മാറാനുള്ള സാധ്യതയുണ്ടോ? പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും സേതു, ഇന്ന് തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. കാരണം നമുക്ക് ഇന്ന് 3 മണിക്കോട് കൂടി ടീമുകൾ നിലനിർത്തുന്ന താരങ്ങളെയും കൈമാറുന്ന താരങ്ങളെയും കുറിച്ച് ഇന്ന് തന്നെ ഫ്രാഞ്ചൈസ് അതായത് BCCI അറിയിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് 3 മണിയോട് കൂടി ആരൊക്കെ ഏതൊക്കെ ടീമിൽ നിലനിൽക്കുമെന്ന ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതേസമയം നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസൺ, ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനെയാണ്. സഞ്ജു സാംസൺ ചെന്നൈയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ജഡേജയും അതേപോലെ തന്നെ സാം കറനുമാണ് രാജസ്ഥാനിലേക്ക് ചേക്കേറുന്നത്. രാജസ്ഥാനിൽ നിന്ന് സഞ്ജു ധോണിയുടെ പിൻഗാമിയായിട്ട് ചെന്നൈയിലേക്ക് എത്തുന്നു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സഞ്ജുവിനെ കൊടുക്കുമ്പോൾ ഇരു താരങ്ങൾ, പ്രധാനപ്പെട്ട 2 താരങ്ങളെയാണ് ചെന്നൈ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈയുടെ ഒരു ക്യാപ്റ്റൻസിയിലേക്കായിരിക്കും ചിലപ്പോൾ സഞ്ജുവിനെ പരിഗണിക്കുക. അതേസമയം നമ്മൾ ഇത് എടുത്തു പറയേണ്ടത് പല ടീമുകളും KKR അതേപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ടീമുകൾ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെ തന്നെ ഒഴിവാക്കുകയാണ്. അതേസമയം മുംബൈ അവരുടെ കരുത്ത് കൂട്ടിയിട്ടുണ്ട്. ഷർഫൻ റുദർഫോർഡിനെയും ഷർദുൽ ഠാക്കൂറിനെയും ടീമിലെത്തിച്ചിട്ട് അവരുടെ കരുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് KKRന്റെ ഒരു പ്രഖ്യാപനമായിരിക്കും. കാരണം നമുക്കറിയാം ഒരു വലിയൊരു മാറ്റങ്ങൾ തന്നെയായിരിക്കും. ടീം അടിമുടി മാറ്റാനായിരിക്കും കൊൽക്കത്ത ഇന്ന് ഇറങ്ങുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക്യ രഹാനെ തന്നെ അവർ ഒഴിവാക്കുന്നു എന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ആന്ധ്ര റസൽ ഉൾപ്പെടെയുള്ള താരങ്ങളെ ഈ ഒരു ടീം ഒഴിവാക്കും. കൂടാതെ നമ്മൾ മറ്റു ടീമുകളിലേക്ക് വരുവാണെങ്കിൽ RCB റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിലവിലെ ചാമ്പ്യന്മാരായ അവരുടെ മികച്ച ഒരു ഓൾറൗണ്ടർ ലിയാം ലിവസ്റ്റിംഗ്ടൺ തന്നെ അവർ ഒഴിവാക്കുകയാണ്. കൂടാതെ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് വരുവാണെങ്കിൽ ഹെൻറിച്ച് ക്ലാസിനെ ഈ കോടികൾ 23 കോടിയിലധികമാണ് താരത്തിന്റെ പ്രതിഫലം. ഈ ഒരു പ്രതിഫലം കാരണം താരത്തെ ഒഴിവാക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേസമയം നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ മൂല്യം ലഭിച്ച താരമായ വെങ്കടേഷ് അയ്യറിനെ കൊൽക്കത്ത ഒഴിവാക്കും. 23.75 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം വെങ്കടേഷ് അയ്യറിന്റെ പ്രതിഫലം. എന്തായാലും ആ ഒരു പ്രഖ്യാപനം, ചെന്നൈയിലേക്കുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം സഞ്ജുവിന്റെ ആരാധകർ കാത്തിരിക്കുന്നു. അതേപോലെ തന്നെ ക്രിക്കറ്റ് ലോകവും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഖിലാഫ് പറഞ്ഞതുപോലെ ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകും. ഈ ഒരുപാട് താരങ്ങൾ, ഏതൊക്കെ താരങ്ങൾ എങ്ങോട്ട് പോകും എന്നൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ നീ നോക്കുന്നത് സഞ്ജുവിന്റെ കാര്യമാണ് അല്ലേ? ആ രേഖയൊക്കെ ഇന്ന്, ആ ഒപ്പിട്ട കരാറൊക്കെ ഇന്ന് പുറത്തു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങളൊക്കെ നൽകിയത്.